CSF റൈനോറിയ എന്ന ടോപ്പിക്കിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമോ എന്നൊരാൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. CSF റൈനോറിയ എന്ന വാക്ക് പലർക്കും സുപരിചിതമായിരിക്കില്ല. എന്നാലും ഈ ഒരു ടോപ്പിക്ക് ഒരു ENT ഡോക്ടറെ സംബന്ധിച്ചിടത്തോളവും ഇത് അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. CSF റൈനോറിയ എന്ന വാക്ക് കേട്ട് ഭയപ്പെടുന്നവർക്ക് ഇത് വളരെ ലഘൂകരിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് ബ്രെയിൻ ഫ്ലൂയിഡ് ലീക്ക്. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ദ്രാവകം തലച്ചോറിന് ചുറ്റുമുണ്ട്. ഇതിനെയാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതിന് ചുറ്റും തലച്ചോറിന് ആവരണമായിട്ട് മെനിഞ്ചസ് എന്ന് വിളിക്കുന്ന ഭാഗവുമുണ്ട്. അപ്പോൾ തലച്ചോറിലെ ഒരു കുഷനായിട്ട് ആക്ട് ചെയ്യാനാണ് ഈ ദ്രാവകം തലച്ചോറിന് ചുറ്റുമുള്ളത്. അതുപോലെ തന്നെ തലച്ചോറിനുള്ള നറിഷ്മെൻറ്റ്, മറ്റു പല ജോലികളും ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ചെയ്യുന്നു. അപ്പോൾ ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് മൂക്കിലൂടി ഒഴുകി വരുന്നതിനെയാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് റൈനോറിയ എന്ന് പറയുന്നത്. ചില അവസരങ്ങളിൽ ഇത് ചെവിയിൽ നിന്നും വരാറുണ്ട്. ഇതിനെ CSF ഓട്ടോറിയ എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു രോഗി തനിക്ക് CSF ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്? പലപ്പോഴും OPയിൽ വരുന്ന രോഗികൾ പറയുന്നത്, കുനിഞ്ഞു നിവർന്ന് ഒരു സാധനം എടുക്കാൻ നോക്കുമ്പോൾ മൂക്കിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള വെള്ളം വരുന്നുണ്ട് ഡോക്ടറെ, ഇതെപ്പോഴൊട്ടും ഉണ്ടാവുന്നില്ല താനും, ഒരു മൂക്കിൽ നിന്ന് മാത്രമാണ് സാധാരണ ഞാനിത് കണ്ടിട്ടുള്ളത്. അപ്പോൾ പറയുന്ന കാര്യമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്ററി. ഒരു മൂക്കിൽ നിന്ന് മാത്രം വരുന്നു, അതുപോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ട് വെള്ളം പോലെ ഒലിക്കുന്ന ദ്രാവകം. കുനിഞ്ഞു നിവർന്ന് ഒരു സാധനം എടുക്കാൻ ശ്രമിക്കുമ്പോൾ, അതല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ എക്സേർട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മൂക്കിൽ നിന്ന് ഇങ്ങനെ കുടുകുടാ വെള്ളം ഒലിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇത് നമുക്കൊരു പാത്രത്തിൽ കളക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് സാധിക്കാറുമില്ല. അപ്പോൾ മൂക്കിൽ നിന്ന് അലർജി പോലെ തന്നെ വെള്ളം വരുന്നതുകൊണ്ട് പലപ്പോഴും അലർജിയായി തെറ്റിദ്ധരിക്കപ്പെട്ട് അലർജിയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരുപാട് പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഈ CSF റൈനോറിയയും അലർജിയും തമ്മിൽ നമുക്ക് വേർതിരിച്ചറിയാം? അലർജിയും ജലദോഷവും ഒക്കെ ഉള്ളപ്പോൾ മൂക്കിൽ നിന്ന് വരുന്ന വെള്ളം നമ്മളൊരു കർച്ചീഫിൽ പിടിച്ചു നോക്കിയാൽ സാധാരണ കാണുന്നത് ഈ മൂക്കട്ട വളരെ കട്ടിയായിട്ട് നമ്മൾ പശ തേച്ചതുപോലെ, കഞ്ഞിവെള്ളമൊക്കെ തുണിയിൽ മുക്കുന്നത് പോലെ സ്റ്റാർച്ചി ആയിട്ടായിരിക്കും ഇരിക്കുക. ഉണങ്ങുമ്പോൾ ഇതിന് വളരെ തിക്കായിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും. എന്നാൽ മൂക്കിൽ നിന്ന് വരുന്ന ഈ ദ്രാവകം ഒരു ഹാങ്കർചീഫിൽ സ്റ്റിഫായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. ഈ ടവൽ ഉണങ്ങുമ്പോൾ അത് സാധാരണ ഒരു തുണി ഉണങ്ങുന്നത് പോലെ തന്നെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് വീട്ടിൽ നിന്ന് തന്നെ നമുക്കിത് CSF ആണോ അതോ അലർജി കാരണമുള്ള വെള്ളമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ CSF റൈനോറിയയെ പറ്റി പല ആളുകൾക്കും ഒരു ചെറിയ ധാരണയുള്ളത് കൊണ്ട് പലപ്പോഴും വളരെ ഭയപ്പെട്ടുകൊണ്ടാണ് ആളുകൾ ഈ പ്രശ്നം കാണുമ്പോൾ OPയിലെത്തുന്നത്. CSF റൈനോറിയ എന്ന ഈ പ്രശ്നം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം? ഒരുപാട് കേസുകളും എന്തെങ്കിലും ഒരു അപകടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. പ്രധാനമായും റോഡ് അപകടങ്ങൾ, അതുപോലെ തന്നെ മൂക്കിലെ സർജറികൾ, പിന്നെ എന്തെങ്കിലും ന്യൂറോ സർജിക്കൽ പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ കഴിഞ്ഞ് ചില ആളുകൾക്ക് CSF റൈനോറിയ കാണാറുണ്ട്. ഒരു കൂട്ടം ആളുകളിൽ ബ്രെയിൻ ട്യൂമർ ഉണ്ടെങ്കിൽ ഈ CSF റൈനോറിയ പ്രത്യക്ഷപ്പെടാം. ചില ആളുകളിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ സ്പോണ്ടേനിയസ് CSF റൈനോറിയ ഉണ്ടാവാം. കാരണമൊന്നുമില്ലാതെ പെട്ടെന്ന് മൂക്കിൽ നിന്ന് വെള്ളം ഒലിക്കുക. ഇത് കൂടുതലും ഒരു 40 കഴിഞ്ഞ വണ്ണമുള്ള സ്ത്രീകളിലായിരിക്കും ഉണ്ടാവുക. നമ്മുടെ തലയോട്ടിയും സൈനസുകളും വേർതിരിച്ച് ഇരിക്കുന്ന ചെറിയ എല്ലുകളിൽ ലീക്ക് വരുമ്പോഴാണ് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നമ്മുടെ മൂക്കിലൂടെ ഒലിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്ത് കാരണം കൊണ്ടും ഈ എല്ല് തിൻഡൗൺ ആവുന്നോ അപ്പോഴൊക്കെ മൂക്കിലൂടെ വെള്ളം വരാം. ഇതൊക്കെയാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ലീക്കിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇനി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇത് CSF ആണെന്ന് മനസ്സിലാക്കാം? നേരത്തെ പറഞ്ഞ ഹാങ്കർചീഫ് ടെസ്റ്റാണ് ആദ്യമായിട്ട് നോക്കേണ്ടത്. പിന്നെയുള്ളത്, ഈ ഒരു വെള്ളം നമുക്കൊരു കുപ്പിയിൽ കളക്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ തന്നെ ലാബിൽ ടെസ്റ്റിങ്ങിനായിട്ട് കൊടുക്കാം. തലച്ചോറിന് ചുറ്റുമുള്ള വെള്ളത്തിൻ്റെ ബയോകെമിക്കൽ ഫൈൻഡിങ്സ് ആണോ ഇതിലുള്ളത്? അതുപോലെ തന്നെ β2 ട്രാൻസ്ഫറിൻ എന്ന ഒരു എലമെൻറ്റ് ഈ CSF ഫ്ലൂയിഡിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. പിന്നെയുള്ളത്, ഇത് എവിടെ നിന്ന് വരുന്നു, ഈ സൈറ്റ് ഓഫ് ലീക്ക് നമുക്ക് കണ്ടെത്തണം.
അതിനായിട്ട് മൂക്കിൻ്റെ എൻഡോസ്കോപ്പി ചെയ്തു നോക്കാം. അതുപോലെ തന്നെ CT സ്കാനിങ്, MRI ഇത് രണ്ടും ചിലപ്പോൾ CSF റൈനോറിയ കേസുകളിൽ വേണ്ടി വന്നേക്കാം. പിന്നെയുള്ളത് CT സിസ്റ്റർനോഗ്രാഫി എന്ന് വിളിക്കുന്ന കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കാനിങ് പരിശോധനയും CSF റൈനോറിയ രോഗികൾക്ക് നമ്മൾ എടുപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എവിടെ നിന്നാണ് ഈ ദ്രാവകം മൂക്കിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്, ഏതൊക്കെ എല്ലുകൾക്കിടയിലാണ് ഡിഫക്റ്റ് ഉള്ളത്, ഈ ഡിഫക്റ്റിൻ്റെ വലിപ്പം എത്ര, പലപ്പോഴും 2-3 മില്ലിമീറ്റർ ഉള്ള ചെറിയൊരു ഗ്യാപ്പിൽ നിന്നായിരിക്കാം ഈ വെള്ളം പുറത്തേക്ക് വരുന്നത്. രോഗികൾക്ക് ഇതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ചിലപ്പോഴൊക്കെ അലർജി പോലെ തന്നെ ഈ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ അസ്വസ്ഥത ഉണ്ടാവാം. പിന്നെ ചില രോഗികൾ തലവേദന പറയാറുമുണ്ട്. ഞാൻ നേരത്തെ വിട്ടുപോയ ഒരു കാരണം ഇഡിയോപ്പതിക് ഇൻട്രാക്രൈനൽ ഹൈപ്പർ ടെൻഷൻ. മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തലച്ചോറിനുള്ളിലെ മർദ്ദം കൂടുമ്പോൾ ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് മൂക്കിനുള്ളിലൂടെ ലീക്ക് ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കണ്ടു കഴിഞ്ഞ് നമ്മളൊരു ഡോക്ടറെ കണ്ടു, ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തു, സൈറ്റ് കണ്ടുപിടിച്ചു. ഇനി ഇത് ചികിത്സിച്ചില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? കുറേ കാലം ഈ CSF റൈനോറിയ ചികിത്സിക്കാതെ നിന്നാൽ മൂക്കിലൂടെ ഇൻഫെക്ഷൻ തലച്ചോറിലേക്ക് നേരിട്ടെത്താം. മെനിഞ്ചൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിലൂടെ നമ്മുടെ തലച്ചോറ് മൂക്കിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് എൻകെഫലോസീൽ എന്ന് വിളിക്കുന്ന ഒരു പ്രശ്നമുണ്ടാവാം. മൂക്കിലെ ദശയായിട്ട് പലപ്പോഴും ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അപ്പോൾ ഈ പ്രശ്നങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഇത് ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായും സർജിക്കൽ റിപ്പയർ ആണ്. മൂക്കിലൂടെ തന്നെ എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് ഈ ഡിഫക്റ്റ് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇത് ചിലപ്പോൾ 1-2 ലെയറുകളായിട്ട് ചെയ്യേണ്ടി വന്നേക്കാം. മുമ്പൊക്കെ ന്യൂറോ സർജിക്കൽ പ്രൊസീജിയർ ആയിട്ടായിരുന്നു CSF റൈനോറിയ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും ഒരു ന്യൂറോ സർജറി ടീമിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പല ഹോസ്പിറ്റലുകളിലും CSF റൈനോറിയ കേസസിൻ്റെ സർജറീസ് ചെയ്യുന്നത്. അപ്പോൾ CSF റൈനോറിയ എന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്നാൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നതുമല്ല. ഒരു ENT ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇത് OP യിൽ വരാറുമുണ്ട്. CSF റൈനോറിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.